ശരി, തോൽവിക്ക് കാരണം പിണറായി വിജയനാണെന്ന് CPI നേതൃയോഗത്തിൽ വിമർശനമുണ്ടായിട്ടുണ്ട്. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പിണറായി വിജയൻ വരരുത് എന്നുള്ള ആവശ്യവും ഉയർന്നിട്ടുണ്ട്. ഒരു തീരുമാനമല്ല, അങ്ങനെ ഒരു ആവശ്യവും ഉയർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പിണറായി വിജയന്റെ ചില പരാമർശങ്ങൾ വീട്ടിൽ പോയി ചോദിക്കുക, ഡാഷ്മോൻ തുടങ്ങിയ പരാമർശങ്ങൾ തിരിച്ചടി ഉണ്ടാക്കി എന്നുള്ള കാര്യവും CPI നേതൃയോഗത്തിൽ ഇത്തരത്തിൽ പരാമർശങ്ങളായിട്ട് അംഗങ്ങളുടെ പരാമർശങ്ങളായിട്ട് വന്നിട്ടുമുണ്ട്. ശ്രീ സിബി സത്യൻ, പിണറായി മാത്രമല്ല ഉത്തരവാദി എന്നുള്ള ശ്രീ M ജയചന്ദ്രന്റെ നിരീക്ഷണം താങ്കൾ എങ്ങനെ കാണുന്നു അതിനെ? സത്യമാണ് മഞ്ജുഷേ. കാരണം പിണറായി മാത്രമല്ല, പിണറായിക്ക് ഏകാധിപത്യം കൽപ്പിച്ചു കൊടുത്തിട്ട് നാല് വശവും ദാസ്യന്മാരായി ആജ്ഞാനുവർത്തികളായിട്ട് ഒരു വിമർശനം പോലും പറയാൻ ധൈര്യപ്പെടാവുന്ന ആ ഒരു അനുയായി വൃന്ദം ഉണ്ടല്ലോ, അവരും ഇതിനകത്ത് ഉത്തരവാദികളാണ്. കാരണം ഇടതുപക്ഷം പറയുന്ന ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ ഒരു സ്പിരിറ്റിന്റെ ഏഴയിലെത്തെങ്കിലും ഇവർ നിന്നിരുന്നെങ്കിൽ, രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറയാൻ ഇവർക്ക് ഒരാൾക്കെങ്കിലും ധൈര്യമുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ കേരളത്തിലെ CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ അവസ്ഥ ഇതായിരിക്കില്ല. നമ്മളീ പറയുന്ന CPI അടക്കമുള്ള സംഘടന, CPI ഒരു സ്റ്റാൻഡ് എടുത്തത് ആകപ്പാടെ ഈ പറഞ്ഞ PM ശ്രീയുടെ ഒരു ഇഷ്യൂവിൽ മാത്രമാണ്. അതിനുശേഷം അതിനു മുമ്പോ ശേഷമോ CPI എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഒരു സ്റ്റാൻഡും എടുക്കാൻ കഴിയില്ല. അവരിപ്പോ ഈ പറയുന്നു കടക്കൂ പുറത്ത്, അല്ലെങ്കിൽ വീട്ടിൽ പോയിരിക്കൂ, അല്ലെങ്കിൽ ഡാഷ്മോൻ, ഇങ്ങനെ 3-4 വാചകങ്ങൾ കൊണ്ട് ഒരു സർക്കാരിനെ അട്ടിമറിക്കുന്ന ജനതയല്ല കേരളത്തിലേത്. കേരളത്തിലെ ജനത ഈ സർക്കാരിനെ അട്ടിമറിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അട്ടിമറി എന്ന വാക്ക് തന്നെ ഉപയോഗിക്കുന്നു, കാരണം കേരളത്തിലെ ജനത ഈ സർക്കാരിനെ അട്ടിമറിച്ചിട്ടുണ്ടെങ്കിൽ അവർ കടന്നുപോയ അത്രയും വർത്ത്ലെസ്നെസിന്റെ ഒരു വലിയ കാലഘട്ടമുണ്ട്. അതായത് ഇപ്പൊ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന കുറിപ്പുകൾ പരിശോധിക്കൂ. അവർ പറയാണ്, നിങ്ങൾ വയനാട്ടിൽ ടൗൺഷിപ്പ് ഉണ്ടാക്കരുതായിരുന്നു, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇത്രയും ആനുകൂല്യം കൊടുക്കരുതായിരുന്നു. അതായത് ജനങ്ങൾ നന്ദി കെട്ടവരാണ്, ജനങ്ങൾ മോശമാണ്, അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്, അല്ല ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല. ഈ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ട് ഈ പിണറായിസത്തിന്റെ ഈ ജീർണത കൊണ്ട് എത്ര കാലം പിടിച്ചു നിൽക്കാൻ പറ്റും മഞ്ജുഷേ? ഈ പറഞ്ഞ വയനാട്ടിലെ ഈ പറഞ്ഞ ടൗൺഷിപ്പ് എന്ന് പറയുന്ന ആരുടെ ഔദാര്യമാണോ? ആണോ? ഒരു സർക്കാരിന്റെ ഫണ്ട് കൊണ്ടുപോലല്ല, സർക്കാർ ഒരു ഭിക്ഷാപാത്രം തുറന്നു വെച്ചിരിക്കുകയായിരുന്നു, പൊതുജനങ്ങൾ കൊടുത്ത പൈസയാണത്. ആ പൊതുജനങ്ങൾ കൊടുത്ത പൈസ കൊണ്ടാണ് അവിടെ വീടുണ്ടാക്കിയത്. അവർ 700 കോടി കൊടുത്തപ്പോൾ 80 കോടിയാണ് ഒരു വീടിനായിട്ട് ചിലവാക്കുന്നത് മൊത്തം. എന്നിട്ട് നിങ്ങൾ പറയുകയാണ് ഞങ്ങളുടെ ഔദാര്യം പോലെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനെ ജനങ്ങൾ കാണേണ്ടത്? ഈ പരാജയത്തിന്റെ പടുകുഴിയിൽ കിടക്കുമ്പോഴും ഇത്രയും അഹങ്കാരം പറയുകയും ഇത്രയും ജനവിരുദ്ധമായി സംസാരിക്കുകയും ഇത്രയും ജനങ്ങളെ മാനിക്കാതെ കടന്നുപോവുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ DNA മാറ്റിമറിച്ചില്ലെങ്കിൽ ഇത് വളരെ അപകടം ഉണ്ടാക്കും. CPM ഇങ്ങനെ ആയിരുന്നില്ല. കഴിഞ്ഞ 28 വർഷം, 1998 ശേഷം പിണറായി വിജയൻ സെക്രട്ടറിയായി വന്നതിന് ശേഷം വന്ന ഒരു വലിയ മാറ്റമാണിത്. അതായത് ജനങ്ങളെ അങ്ങേയറ്റം പുച്ഛിച്ചുകൊണ്ട് ഈ പറഞ്ഞ ജാതിയും മതവും ഒക്കെ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തി നമുക്ക് പിടിച്ചു നിൽക്കാം എന്ന് പറയുന്ന ഒരു ധാരണയിൽ ആണ് ഇവർ കഴിഞ്ഞ എത്രയും കാലം മുന്നോട്ട് പോയത്. അതിന്റെ പരിണിത ഫലമാണിത്. ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഒരു CPM-ന്റെ അടിസ്ഥാനപരമായ DNA-യിൽ ശുദ്ധീകരണം നടത്തി CPM മുന്നോട്ട് വന്നില്ലെങ്കിൽ ഇത് കേരള രാഷ്ട്രീയത്തിന് ഒരു വലിയ നഷ്ടമായിരിക്കും. കാരണം CPM പൊളിഞ്ഞു പോകുന്ന ആ ഗ്യാപ്പിലേക്ക് ഇരച്ചു കയറാൻ നിൽക്കുന്നത് BJP പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. അതിനെ അനുവദിക്കാതെ CPM തിരിച്ചു വരണം. പക്ഷെ CPM തിരിച്ചു വരണമെങ്കിൽ ഈ പറഞ്ഞ പോലെ പിണറായിസത്തിന്റെ അവസാനത്തെ ദുഷിച്ച പേരും ഇതിൽ നിന്ന് എടുത്തു മാറ്റിയേ പറ്റൂ. ഇതുപോലുള്ള ആജ്ഞാനുവർത്തികളെയും ഇതുപോലെ ഭയം കൊണ്ട് മിണ്ടാതിരുന്നവരെയൊക്കെ മാറ്റി നിർത്തി വളരെ ശക്തമായിട്ട് സംസാരിക്കാൻ കഴിയുന്ന, ശക്തമായിട്ട് അഭിപ്രായങ്ങൾ പറയാൻ കഴിയുന്ന ഒരു തലമുറ ഉയർന്നു വരിക തന്നെ വേണം. ഒരു വലിയ ശുദ്ധീകരണം CPM-ൽ ആവശ്യമുണ്ട്. അല്ലാതെ ഈ പറയും ആത്യന്തികമായിട്ട് ജനങ്ങളെ ബഹുമാനിക്കണം. അല്ലാതെ നിങ്ങൾക്ക് 2 രൂപയുടെ പെൻഷൻ തരാം, അതുകൊണ്ട് മര്യാദയ്ക്ക് വന്ന് വോട്ട് ചെയ്തോണം, അല്ലെങ്കിൽ ഞങ്ങൾ ടൗൺഷിപ്പ് കിട്ടിത്തരും, നിങ്ങളെല്ലാം ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡ് നടക്കില്ല സാർ. ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണ്. ഒരു ജനാധിപത്യത്തിൽ ജനങ്ങളെ ആത്യന്തികമായി ബഹുമാനിക്കാനാണ് രാഷ്ട്രീയ കക്ഷികൾ പഠിക്കേണ്ടത്. ഇതെല്ലാ കാലത്തും ഈ പറഞ്ഞ പോലെ കോൺഗ്രസിന്റെ ഒരു ഗുണവും ദോഷവും ഇതാണ്. അവര് അധികാരം കിട്ടുമ്പോൾ കുറച്ച് കളിയൊക്കെ കളിക്കും, കുറച്ച് വേലത്തരമൊക്കെ കാണിക്കും. പക്ഷെ ആത്യന്തികമായിട്ട് അവര് ഈ CPM ജനങ്ങളെ വെറുപ്പിക്കുന്നത് പോലെ അത്രയ്ക്ക് വെറുപ്പിക്കില്ല. അപ്പം ഇപ്പോഴും നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, പാർട്ടി ഈ വിഷയം പരിഗണിക്കുമ്പോൾ ഏറ്റവും ആത്യന്തികമായി കാണേണ്ട വിഷയം എന്ന് പറയുന്നത്, ഇത് UDF അനുകൂല വോട്ടല്ല സംഭവിച്ചത്, ഇത് LDF വിരുദ്ധ വോട്ടാണ്, പിണറായി വിരുദ്ധ വോട്ടാണ് നടന്നത്. അതായത് ജനങ്ങളുടെ വെറുപ്പ് കൊണ്ട് മാത്രമാണ് അവർ UDF വോട്ട് ചെയ്തത്, അല്ല UDF ഇഷ്ടം കൊണ്ട് വോട്ട് ചെയ്ത് 102 സീറ്റ് കൊടുത്തു എന്ന് എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും കടുത്ത UDF-കാരനല്ലാതെ മറ്റാരെങ്കിലും പറയുമെന്ന്. ഒരു കാരണവശാലും അങ്ങനെയല്ല. ഇടതുപക്ഷത്തിനുള്ള ആധിക്യം കൊണ്ട് മാത്രമാണ് പറയുമ്പോൾ പാർട്ടി അണികളിൽ നിന്ന് പോലും ഉണ്ടായി എന്നുള്ളതാണ് ഈ തിരിച്ചടിയുടെ ആക്കം കൂടാൻ കാരണമായി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.